ഇന്ന് നമ്മൾ കാണിക്കുന്നത് കുറച്ച് വെറൈറ്റി ആയിട്ട് നൂഡിൽസ് വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് ക്യാരറ്റ്, തക്കാളി എല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് കേട്ടോ. പിന്നെ കുറച്ച് ഉള്ളി, ക്യാപ്സിക്കം ഒക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചക്കറികൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് 2-3 മിനിറ്റ് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഏകദേശം ഒന്ന് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ലാസ്റ്റ് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കെച്ചപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇത്രയും മതി കേട്ടോ, ഇനി അധികം നേരിട്ട് വേവിക്കൊന്നും വേണ്ട. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 പാക്കറ്റ് നൂഡിൽസാണ്. ഇൻഡോമിൻ്റെ നൂഡിൽസാണ് എടുത്തിരിക്കുന്നത്. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഏത് നൂഡിൽസും നമുക്ക് എടുക്കാം. ഇതിനകത്തുള്ള ഈ സീസണിങ് പൗഡറും ചില്ലി പൗഡറും അതുപോലെ തന്നെ ഇതിൻ്റെ ഓയിലൊക്കെ നമുക്ക് ഇതിലേക്ക് വേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇനി അത് ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1.5 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. പച്ചപ്പാൽ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഏകദേശം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് നൂഡിൽസ് ഇതുപോലെ അങ്ങ് പൊട്ടിച്ചിട്ട് കൊടുക്കാം. നല്ല ചെറുതായിട്ട് പൊട്ടിച്ചിട്ട് കൊടുക്കേണ്ട, ഇതുപോലെ കുറച്ച് വലുതായിട്ടൊന്നും ഇട്ട് കൊടുത്താൽ മതിയാവും. അതിനുശേഷം ഈ പാലിൽ കിടന്നിട്ട് നൂഡിൽസ് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. ഇതിപ്പോൾ ഇവിടെ നല്ല പോലെ തിളച്ചിട്ടുണ്ട്. പാലൊക്കെ ഏകദേശം വറ്റി വരുന്ന ഈ സമയത്ത് നമുക്ക് അതിനകത്തുള്ള സീസണിങ് പൗഡറും ചില്ലി പൗഡറും ഓയിലൊക്കെ ഇട്ട് കൊടുക്കാം. 2 പാക്കറ്റിൻ്റെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടെ ഒന്ന് ഇളക്കിയെടുത്തിട്ട് നമുക്ക് തീ പെട്ടെന്ന് ഓഫ് ചെയ്യാം. പാലിൽ നൂഡിൽസ് വേവിച്ച് കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, നല്ല ടേസ്റ്റിയാണ്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു പാൻ എടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് പാനിൻ്റെ എല്ലാ ഭാഗത്തേക്കൊന്ന് ചുറ്റിച്ച് കൊടുക്കുക. തീ കത്തിച്ചിട്ടില്ല കേട്ടോ, ഓഫിൽ തന്നെയാണ്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച നൂഡിൽസ് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് പരത്തി കൊടുക്കാം. ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്താൽ മതിയാവും. എന്നിട്ട് നമ്മൾ നേരത്തെ വേവിച്ചെടുത്തിട്ടുള്ള ഈ ഒരു കൂട്ടത്തിന് മുകളിലേക്ക് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഏറ്റവും മുകളിലായിട്ട് ഞാൻ കുറച്ച് ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചീസിൻ്റെ റെസിപ്പി നമ്മൾ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ വേണമെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. ഇതുപോലെ അങ്ങ് ചീസ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇതുപോലെ അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് തീ കത്തിക്കാം. അതിനുശേഷം ചെറു തീയിലിട്ടിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ആ ഒരു ചീസ് മെൽറ്റാവുന്ന ടൈം മാത്രം എടുത്താൽ മതി കേട്ടോ. ഇവിടെ ഇതാ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഏകദേശം നമുക്ക് പിസ്സയൊക്കെ ഉണ്ടാക്കുന്നത് പോലെയാണ്. കഴിക്കാനും അതേ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എന്നും ഒരേപോലെ നമ്മൾ നൂഡിൽസ് ഉണ്ടാക്കാതെ കുറച്ചൊന്ന് വെറൈറ്റി ആയിട്ടൊന്ന് ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ എന്തായാലും തീർച്ചയായും ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും. ഞാനിത് കട്ട് ചെയ്തിട്ടും കൂടി ഒന്ന് കാണിക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ചീസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ചെറു തീയിലിട്ട് വേവിക്കണം കേട്ടോ. ഇതിപ്പോൾ പാകത്തിന് നമ്മൾ താഴെ ഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ട്. ഇന്നും നമുക്ക് ഒരുപാട് പേർക്ക് സ്പെഷ്യൽ ഹായ് അറിയിക്കാനുണ്ട്. അവരുടെ പേരൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പി ആയിട്ട് അടുത്തൊരു ദിവസം കാണാം. താങ്ക്